നമസ്കാരം കൂട്ടുകാരെ, രാജേഷ് കുമാറാണ്. ശുഭദിനം, നല്ലൊരു ദിനം നേരുന്നു. കൂട്ടുകാരെ, ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല. അതിൻ്റെ അർത്ഥം വളരെ സത്യമാണ് കൂട്ടുകാരെ. വളരെ ഫീലിംഗ് ഉള്ള ഒരു ദിവസങ്ങളായിരുന്നു 2 ദിവസം മുമ്പ്. അതായത് ഞാൻ രാവിലെ നടക്കാൻ ഇറങ്ങുമ്പോൾ സ്ഥിരം ഒരു ചായക്കടയിൽ പോയി ചായ കുടിക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഞാൻ സ്ഥിരം വർഷങ്ങളായിട്ട് ആളെ പേരും പോലും എനിക്കറിയില്ല. കാണും, ചിരിക്കും, സംസാരിക്കും, പോവും, വർഷങ്ങളായിട്ട്. അപ്പോൾ 2 ദിവസം ഞാൻ കുറച്ച് യാത്രയിലായിരുന്നു. യാത്ര കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ദിവസം ഞാൻ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോയി ചായ കുടിക്കുന്ന സമയത്ത് ഞാൻ ചായക്കടക്കാരൻ്റെ അന്വേഷിച്ചു. അന്ന് സ്ഥിരം വരുന്ന ചേട്ടൻ വന്നില്ലേ. ആൾ മരിച്ചുപോയി. മനുഷ്യൻ്റെ അവസ്ഥ, ഇന്ന് കാണുന്നവനെ നാളെ കാണുന്നില്ല, വളരെ സത്യമാണ്. എന്നിട്ടും മനുഷ്യൻ്റെ അഹങ്കാരത്തിനോ വല്ല കുറവുണ്ടോ? ലൈഫ്, ജീവിതം ഒന്ന്, അതായത് ഒരു ശ്വാസത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ. ഈ ടയറിൽ കാറ്റ് ഉരുവിട്ട് എന്ത് ചെയ്യും? അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് വെച്ചാൽ. നമ്മളെ ജീവിത ലൈഫ് ഉള്ള ടൈമിൽ സന്തോഷത്തോടെ നല്ല കാര്യങ്ങൾ ചെയ്ത്, നല്ല പ്രവൃത്തികൾ ചെയ്ത് എൻജോയ് ചെയ്തങ്ങ് ജീവിക്കുക. ആരും ദ്രോഹിക്കാതെ, വഞ്ചിക്കാതെ, പോസിറ്റീവ് തിങ്കിൽ ജീവിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഒരു ശ്വാസം, അത് ഇന്ന് കാണുന്നവരെ നാളെ കാണുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഞാനോ നാളെ ഈ ലോകത്തില്ല. അപ്പം ജീവിക്കുന്ന ടൈം ആ മനുഷ്യത്വം ഉള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക. അപ്പം ഞാനും പുള്ളിക്കാരനും തമ്മിൽ യാതൊരു ബന്ധമില്ലെങ്കിൽ പോലും അതിന് വിഷമം തോന്നി. കാരണം വെച്ചാൽ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അടുത്ത ദിവസം അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്നേ പോകുമെന്ന് പറയുമ്പോൾ ആൾ നല്ലൊരു മനുഷ്യനായിരുന്നു. പല പോസിറ്റീവ് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും സംസാരിക്കും, അങ്ങ് പോവും. ജീവിതം യാത്രയാണ്. ഇപ്പം നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴേ ഓരോരോ സ്റ്റോപ്പിൽ ഓരോരോ ആൾക്കാർ ഇറങ്ങിപ്പോവും. ലാസ്റ്റ് ഒരാളങ്ങ് ഇറങ്ങിപ്പോവും. അതാണ് ലൈഫ് എന്ന് പറഞ്ഞാൽ. ലൈഫ് ഒന്നേ ഉള്ളൂ. അത് നല്ല രീതിയിൽ സന്തോഷത്തോടെ ജീവിക്കുക. എന്നാലും മനുഷ്യൻ്റെ അഹങ്കാരം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഓടയാണ്, പണത്തിന് വേണ്ടി. രാത്രി കിടന്നുറങ്ങി എണീക്കുന്ന യാതൊരു ഉറപ്പുമില്ലാത്തൊരു ജീവിതമാണ് മനുഷ്യൻ്റെ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, എല്ലാവർക്കും നല്ല ദിനം.